ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് പിസയുടെ സോസാണ്. ഈ സോസ് ഒന്നല്ലെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഞാൻ പിസ ഉണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കാണിക്കുന്നുണ്ട് പിസ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. പിന്നെ ചീസ് ഷെഡ് ചെയ്തിട്ടത്, അത് ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിലും എടുക്കുക. പിന്നെ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, സവോള നല്ല കനം കുറച്ചിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാപ്സിക്കോ മഷ്റൂമും ചോപ്പ് ചെയ്തെടുത്തത്. ഇനി ഒലീവ് വേണമെന്നുണ്ടെങ്കിൽ ഒലീവ് കൂടിയും ചേർക്കാം, അപ്പൊ കുറച്ചും കൂടി നല്ലൊരു കളർഫുൾ ആയിരിക്കും. പിന്നെ ഞാനിവിടെ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടറും വേണം. ഇതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പൊ അത് നോക്കാം ഇതെങ്ങനെ ബ്രെഡ് പിസ ആക്കാന്ന്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മഷ്റൂമും ക്യാപ്സിക്കും സവോളയും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടുക. ഈ ചൂടായ ബട്ടറിലേക്ക് ഏറ്റവും ആദ്യം മഷ്റൂം ചേർക്കാം. ഏറ്റവും വേവ് കൂടുതലുള്ളത് ഏറ്റവും ആദ്യം ചേർക്കാം. ഞാനിവിടെ നല്ല കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം അത് പെട്ടെന്ന് ടോസ്റ്റ് ആവും. അപ്പം മഷ്റൂം ടോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ആ മഷ്റൂം ഒരു 3/4 ഭാഗം ടോസ്റ്റ് ആകുമ്പോൾ ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അല്ലെങ്കിൽ ക്യാപ്സിക്കം നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വരും. നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം നന്നായിട്ട് ടോസ്റ്റ് ആയി കിട്ടും. സ്ലൈസ് ചെയ്ത് വെച്ചേക്കണം സവോള ചേർക്കാം. ഈ സവോളയും പതുക്കെ ഒന്ന് വാടിയാൽ മതി. ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാനായിരിക്കണം. ഇതെല്ലാവരും ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് തീ ഓണാക്കാം. അതിന് മുമ്പ് ഈ പാനൊന്ന് ക്ലീൻ ചെയ്യാം. ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അത് പാൻ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. നീ പാൻ നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടുക. ഈ ബട്ടറിൽ ഇട്ടിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ബ്രെഡ് വയ്ക്കാം. നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് വയ്ക്കാം. ഈ ബ്രെഡ് ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടിലുണ്ടാക്കിയ ബ്രെഡാണിത്. ഈ ബ്രെഡ് ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ആയി കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇടുന്നുണ്ട്. ഇപ്പം ബ്രെഡ് ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി തിരിച്ചിടാം. ഇപ്പം ടോസ്റ്റ് ആയ സൈഡ് നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ടു. ഇതിൻ്റെ മുകളിലേക്ക് ഏറ്റവും ആദ്യം പിസ്സ സോസ് തേക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണർ വയ്ക്കുകയാണെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ ടോസ്റ്റായ സൈഡിൻ്റെ മുകളിലാണ് പിസ്സ സോസ് തേക്കുന്നത്. നമ്മൾ കമത്തിയിട്ടേക്കണ മറ്റേ സൈഡും ടോസ്റ്റ് ആയിക്കോളും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ ക്യാപ്സിക്കും സവോളയും മഷ്റൂമും ചേർക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണ മുളക് ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇതേപോലെ മുളക് ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ചേർക്കാം. ചീസും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. എനിക്ക് ചീസ് നല്ല ഇഷ്ടമാണ്. ഞാൻ ചീസ് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഈ ചീസ് നന്നായിട്ട് മെൽറ്റ് ആവണം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ ചീസ് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ഇപ്പം ചീസ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചീസ് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചീസ് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടി കരിഞ്ഞു പോകും. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക.